ഹരി ഓം. ദശകം 66, ശ്ലോകം 9. വിരഹേഷ്വങ്കാരമയ ശൃംഗാരമയശ്ച സംഗമേ ഹി ത്വം നിതരാമങ്കാരമയസ്തത്ര പുനഃ സംഗമേ വിചിത്രമിദം. വിരഹേഷു അങ്കാരമയഃ വിരഹേഷ്വങ്കാരമയഃ ശൃംഗാരമയഃ ച ശൃംഗാരമയശ്ച സംഗമേ ഹി ത്വം ശൃംഗാരമയശ്ച സംഗമേ ഹി ത്വം നിതരാം അംഗ അരമയഃ നിതരാം അംഗ അരമയഃ നിതരാമങ്കാരമയ തത്ര പുനഃ സംഗമേ അപി ചിത്രം ഇദം. നിതരാം അംഗ അരമയഃ തത്ര പുനഃ സംഗമേ അപി ചിത്രം ഇദം. നിതരാമങ്കാരമയസ്തത്ര പുനഃസംഗമേപി ചിത്രമിദം. വിരഹേഷ്വങ്കാരമയ ശൃംഗാരമയശ്ച സംഗമേ ഹി ത്വം നിതരാമങ്കാരമയസ്തത്ര പുനഃസംഗമേപി ചിത്രമിദം. ശ്ലോകം 9 അന്വയവും അർത്ഥവും. ത്വം വിരഹേഷു അങ്കാരമയഃ സംഗമേ ശൃംഗാരമയഃ ച ഹി തത്ര സംഗമേ അപി പുനഃ നിതരാം അങ്കാരമയഃ ഇദം ചിത്രം. അംഗ അരമയഃ. ത്വം വിരഹേഷു അങ്കാരമയഃ, അവിടുന്ന് വിരഹങ്ങളിൽ അങ്കാരമയനും. എന്നുവെച്ചാൽ ഇവിടുത്തെ അങ്കാരമയൻ എന്ന് പറഞ്ഞ അർത്ഥം തീക്കട്ട. സംഗമേ ശൃംഗാരമയഃ ചാഹി, സമാഗമങ്ങളിൽ ശൃംഗാരമയനും. ത്വം വിരഹേഷു അങ്കാരമയഃ സംഗമേ ശൃംഗാരമയഃ ചാഹി, അവിടുന്ന് വിരഹങ്ങളിൽ തീക്കട്ടയും സമാഗമങ്ങളിൽ ശൃംഗാരമയനുമാണെന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. തത്ര സംഗമേ അപി പുനഃ നിതരാമങ്കാരമയഃ. തത്ര എന്നാൽ സംഗമേ അപി പുനഃ നിതരാമങ്കാരമയഃ, എന്നാൽ ഈ ഗോപികളുമായുണ്ടായ ആ സംഗമത്തിലും അങ്കാരമയനായി. ഗോപികളുമായിട്ടുള്ള ആ സംഗമത്തിലും അങ്കാരമയനായി. ഇദം ചിത്രം, ഇത് എത്രയും വിചിത്രമായിരിക്കുന്നു. അംഗ അരമയഃ ച അംഗ അരമയഃ, അല്ലേ ഭഗവൻ രമിപ്പിച്ചു. ഇത് ഭട്ടതിരിപ്പാട് പറയുന്നതാണ്. വിരഹേഷു അങ്കാരമയഃ, വിരഹേഷു വിരഹം വരുമ്പോൾ അങ്കാരമയഃ തീക്കട്ട പോലെ, എന്ന് വെച്ചാൽ വിഷമം ഉണ്ടാകുന്നു. എല്ലാവർക്കും ഉണ്ടാകുന്നതാണല്ലോ വിരഹം വരുമ്പം വിഷമം. അത്ര വേണ്ടപ്പെട്ടവർ അല്ലേ, അത്രയും വേണ്ടപ്പെട്ടവർ വിരമിക്കുമ്പോൾ, മാറി നിൽക്കുമ്പോൾ, വിരഹം വരുമ്പോൾ ആ തീക്കട്ട പോലെ വിഷമം ഉണ്ടാകുന്നു. ശൃംഗാരമയഃ ച സംഗമേഹി ത്വം. സംഗമേഹി എന്ന് വെച്ചാൽ എന്താണ്? ആ ചേരുന്ന സമയത്ത്, ആ സംഘം ചെയ്യുന്ന സമയത്ത്, ചേരുന്ന സമയത്ത് ശൃംഗാരമയഃ ആ ശൃംഗാരമയനാകുന്നു. വെച്ചാൽ സംഗമിക്കുന്ന സമയത്ത് ശൃംഗാരമയനാകുന്നു. ഭഗവാൻ എപ്പോഴാണോ ഒന്നിച്ചു ചേരുന്നത് അപ്പോൾ ശൃംഗാരമയനാകുന്നു. എന്നുവെച്ചാൽ ഭഗവാൻ എപ്പോൾ ഒന്നിച്ചു ചേരുന്നുവോ അപ്പോൾ ശൃംഗാരമയനാകുന്നു, എപ്പോൾ വിയോഗിക്കുന്നുവോ അപ്പോൾ അങ്കാരമയനാകുന്നു, തീക്കട്ട പോലെയാകുന്നു. നിതരാമങ്കാരമയഃ, അപ്പോൾ ഇവിടെ വീണ്ടും അങ്കാരമയഃ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പം അത് ഈ പിരിക്കുമ്പോൾ ആ വ്യത്യാസം വളരെ നന്നായിട്ട് മനസ്സിലാക്കണം. ആദ്യത്തെ അങ്കാരമയഃ അങ്കാരമയഃ, അങ്കാരമയഃ അവിടെയാണ് ആ തീക്കട്ടയുടെ സ്വരൂപത്തിൽ ഇരിക്കുന്നവൻ എന്നർത്ഥം. അപ്പം രണ്ടാമത്തെ അങ്കാരമയഃ അംഗ അരമയഃ, അംഗ അരമയഃ, അല്ലയോ ശ്രേഷ്ഠനായ ഭഗവാനെ അങ്ങ് രമിപ്പിച്ചു എന്നർത്ഥം. രണ്ടാമത്തേൽ അല്ലയോ ശ്രേഷ്ഠനായ ഭഗവാനെ അങ്ങ് രമിപ്പിച്ചു. നിതരാം, എങ്ങനെ? നല്ലവണ്ണം. ആരെ രമിപ്പിച്ചു? ഗോപിമാരെ രമിപ്പിച്ചു. നല്ലവണ്ണം ഗോപിമാരെ രമിപ്പിച്ചു. എപ്പോൾ? സംഗമേഹി, ആ സംഘത്തിൽ ഒന്നിച്ചുകൂടിയതായ സമയത്ത്. അപ്പോൾ
ആദ്യത്തെ അങ്കാരമയൻ തീക്കട്ട പോലെ പൊള്ളിക്കുന്നവൻ എങ്കിൽ ദുഃഖിപ്പിക്കുന്നവൻ. രണ്ടാമത്തെ അങ്കാരമയ അംഗ അരമയ. അംഗ അംഗ അല്ലയോ ശ്രേഷ്ഠനായ ഭഗവാനെ, അരമയ അങ്ങ് രമിപ്പിച്ചു. അപ്പോൾ ശൃംഗാരത്തിനും മുകളിലായിട്ട് അവർക്ക് ആ ബ്രഹ്മാനന്ദം നൽകി അവരെ രമിപ്പിച്ചു. ചിത്രമിതം, ഇത് എത്ര ആശ്ചര്യമായിരിക്കുന്നു. അപ്പോൾ അല്ലയോ ഭഗവാനെ, അങ്ങ് സംഗമത്തിൽ ശൃംഗാരരസത്തിന് അനുഗുണമായ രൂപത്തോടും വേഷത്തോടും സംഭാഷണത്തോടും പ്രവൃത്തിയോടും കൂടിയിരിക്കയാൽ ആ ശൃംഗാരരസം ഉടലെടുത്തതുപോലെ ആ സുന്ദരികൾക്ക് അനുഭവപ്പെട്ടുവല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങയിൽ നിന്നുള്ള ആ വിരഹം അവർക്ക് അങ്കാരം അഗ്നി ആയിട്ട് ഭവിക്കുന്നു, തീക്കട്ടയായിട്ടും ഭവിക്കുന്നു. വിരഹമുണ്ടാകുമ്പോൾ ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ഇവിടെ സംഗമത്തിലും അങ്ങ് ഏറ്റവും അങ്കാരമയനായത് ആശ്ചര്യം തന്നെ. അംഗ അരമയ, അല്ലയോ ഭഗവാനെ, അങ്ങ് അത്യധികം രമിപ്പിച്ചു എന്ന് താല്പര്യം ഇവിടെ. അപ്പം എത്രമാത്രം കൂടുതൽ രമിപ്പിച്ചാൽ അതിന് ശേഷമുള്ള വിരഹം ആ തീയായിത്തീരുമോ അത്രമാത്രം ഭഗവാൻ ഗോപികമാരെ രമിപ്പിച്ചു എന്നർത്ഥം. വിരഹേഷ്വങ്കാരമയ ശൃംഗാരമയശ്ച സംഗമേ ഹി ത്വം നിതരാമങ്കാരമയസ്തത്ര പുനഃ സംഗമേ വിചിത്രമിതം.